ശ്രീജിത്ത്, മന്ത്രി വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനം ഞാൻ ഓർക്കുകയാണ്. വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തന്റെ നിലപാട് മാറി. ദേശീയ വിദ്യാഭ്യാസ നയത്തെ നേരത്തെ എതിർത്തതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അന്ന് വി ശിവൻകുട്ടി ആ മറുപടി നൽകിയത്. നിങ്ങൾക്കെന്താ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ എന്ന നിലയിലായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി അന്ന് പ്രതികരിച്ചത്. അതിനുശേഷം ഇപ്പോൾ CPI ആ നിലപാടിൽ അവരുടെ നിലപാട് വളരെ കർക്കശമാക്കുകയും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കൊക്കെ എത്തുകയും ചെയ്യുമ്പോൾ CPIM ഇപ്പോൾ കീഴടങ്ങുകയാണ്. വി ശിവൻകുട്ടി ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറയാമോ? അദ്ദേഹത്തിന്റെ നിലപാട് മാറിയെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ്. ശ്രീജിത്ത്, തീർച്ചയായും ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ദേശീയ വിദ്യാഭ്യാസ നയത്തോട് യോജിക്കാതെ തരമില്ല. പണ്ട് നമ്മൾ എതിർത്തിരുന്നു, എന്നാൽ ഇനി അതിനോട് യോജിക്കാതെ കഴിയില്ല, ഞാൻ എൻ്റെ നിലപാട് മാറ്റിയെന്ന പ്രതികരണം നടത്തിയതാണ്. എന്നാൽ ആ പ്രതികരണം LDF-നകത്ത്, CPIM-നകത്ത്, CPI-ക്കകത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കലാലയങ്ങളിൽ ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്ന് തന്നെയാണ് ഉത്തരം. നമ്മുടെ തിരുവനന്തപുരത്തെ ചീഫ് റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തപോലെ ദേശീയ വിദ്യാഭ്യാസ നയം സർവകലാശാലകൾ നടപ്പിലാക്കി വരികയാണ്. PM ഉഷ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നയം നടപ്പിലാക്കുന്നത്. മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റി ഇപ്പോൾ CPI ഭരിക്കുന്ന കാർഷിക സർവകലാശാലയ്ക്കെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ കേരള സർവകലാശാല നടപ്പിലാക്കുന്ന 4 ഇയർ അണ്ടർ ഗ്രാജുവേഷൻ, അതായത് 4 വർഷ ബിരുദ കോഴ്സ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സ്കീം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് എന്നതാണ് ശിവൻകുട്ടി കാണുന്ന ന്യായം. എങ്കിൽ പോലും LDF-ന്റെ അടിസ്ഥാന രാഷ്ട്രീയ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടെടുത്ത തീരുമാനത്തെ ന്യായീകരിക്കാൻ ഇതിനൊന്നും കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. മധുര പാർട്ടി കോൺഗ്രസ് അടക്കം CPIM-ന്റെ എത്തിച്ചേർന്ന തീരുമാനങ്ങൾക്ക് ഘടകവിരുദ്ധമാണിത് എന്ന വിമർശനത്തെ വലിയ തോതിൽ CPIM-ന് ക്ഷീണമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.